ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു നിറ്റ്സ് ബൈ ഷാനി ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്താ പറയുക ഒത്തിരി ഹെൽപ്ഫുള്ളാവുന്ന വീഡിയോ ആണ് കേട്ടോ. നമ്മളുടെ അടുക്കളയിൽ തന്നെയുള്ള സംഭവങ്ങൾ വെച്ചുകൊണ്ട് നമ്മളുടെ സ്കിന്നിലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതാണ്. നമ്മുടെ സ്കിന്നിലുള്ള ഡ്രൈനെസ് മാറ്റാൻ, ടാൻ മാറ്റാൻ, പിഗ്മെൻറ്റേഷൻ മാറ്റാൻ, അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് വെളുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക്, പെട്ടെന്ന് ഗ്ലോ കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്, എന്തൊക്കെ പാക്കുകൾ ചെയ്യാമെന്നുള്ളത് ഇന്ന് ഒരുപാട് രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള ഒത്തിരി പാക്കുകളാണ്. ഓരോ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടും സ്കിന്നിൻ്റെ ഓരോ പ്രശ്നങ്ങൾക്കനുസരിച്ചിട്ടുമാണ് നമ്മളിവിടെ പാക്ക് റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ രീതിയിലുള്ള പാക്കുകളാണ്, എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് ഏതൊക്കെ ചെയ്യാം എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ സ്കിൻ നന്നായിട്ട് വെളുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു പാക്കാണ് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക. ഫസ്റ്റ് നമുക്ക് നോക്കാം സ്കിൻ ഡ്രൈ ആവുന്നവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നോക്കാം കേട്ടോ. പെട്ടെന്ന് ചിലവരുടെ സ്കിൻ ഭയങ്കര ഡ്രൈ ആയിരിക്കും, ഭയങ്കര പിഗ്മെൻറ്റേഷനും. ഡ്രൈ ആകുമ്പോൾ തന്നെ നമ്മൾ സ്കിൻ ഒന്ന് എന്താ പറയുക ഭയങ്കര പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, എന്ത് പാക്കായിരിക്കും അവർക്ക് നല്ലത് എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമുക്കിവിടെ വേണ്ടത് കുറച്ച് കടലപ്പൊടിയാണ് കേട്ടോ. കടലപ്പൊടി പറയുക, കടലമാവെന്ന് പറയും, മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അത് നമുക്ക് ഒരു സ്പൂൺ എടുക്കുക. അതിലേക്ക് കുറച്ച് സെയിം അളവിൽ തന്നെ കുറച്ച് തൈര് ആഡ് ചെയ്യാം. തൈര് ആഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടി ഞാൻ എപ്പോഴും പറയും ആയുർവേദിക് ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന മഞ്ഞൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്നുള്ളത്. സോ മഞ്ഞൾപ്പൊടി കുറച്ച് എടുക്കുക. ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അത് കുറച്ച് മതി കേട്ടോ. മഞ്ഞൾപ്പൊടിയൊക്കെ ഒത്തിരി ഒന്നും വേണ്ട, കുറച്ച് മതി. അത് കുറച്ച് നല്ല എന്താ പറയുക ആയുർവേദിക് ഷോപ്പിൽ നിന്ന് തന്നെ മേടിച്ചെടുക്കുക കേട്ടോ. നമ്മൾ വീട്ടിലുള്ള കറിക്ക് യൂസ് ചെയ്യുന്നൊന്നും എടുക്കരുത്. അപ്പോൾ നമുക്ക് കടലപ്പൊടിയും തൈരും മഞ്ഞൾപ്പൊടിയും മിക്സ് ചെയ്ത് പാക്കായിട്ട് ഇട്ട് നോക്കൂ. നമ്മുടെ സ്കിന്നിൽ ആ ഒരു ഡ്രൈനെസ്സൊക്കെ ശരിക്കും നല്ല മാറ്റം നമുക്ക് സ്കിന്നിന് കിട്ടും. അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ കറുത്ത പാടുകൾ അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ള ഒത്തിരി പേരുണ്ടല്ലോ. കറുത്ത പാടുകൾ, പിമ്പിൾസ് വന്നു പോയ പാട്. അപ്പോൾ ഡെയിലി നമ്മളുടെ എന്താ പറയുക നൈറ്റ് നമ്മളുടെ സ്കിൻ കെയറിലൊക്കെ ചിലവർ നൈറ്റ് സ്കിൻ കെയർ ആയിട്ട് ചെയ്യുന്നവരുണ്ടാവും, അല്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഈവനിങ് ടൈമിലൊക്കെ ഈ ഒരു പാക്ക് ഡെയിലി ബേസ് യൂസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്താ പറയുക അതിനകത്ത് അത്രയും പേടിക്കേണ്ട സംഭവമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ആഴ്ചയിൽ ഒരു ദിവസം ചെയ്താൽ മതിയോ എന്ന് ചോദിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അങ്ങനെയില്ല, നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാവുന്നതാണ്. നമുക്കിതിനകത്ത് അലോവേര കുറച്ചെടുക്കുക. അലോവേരയിൽ കുറച്ച് നമ്മളുടെ നാരങ്ങ പിഴിയുക. ഓക്കെ, കുറച്ച് കേട്ടോ. ലൈം കുറച്ചെടുക്കുക, ലൈം ജ്യൂസ് കുറച്ചെടുക്കുക. ദെൻ നമുക്ക് അലോവേര കുറച്ച് ഒരു സ്പൂൺ അലോവേര, അതിലേക്ക് കുറച്ച് ലൈം പിഴിഞ്ഞിട്ട് അതൊന്ന് ഫേസിലേക്ക് അപ്ലൈ ചെയ്ത് വരൂ. തീർച്ചയായിട്ടും നമ്മുടെ സ്കിന്നിലുള്ള പാടുകളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളിപ്പോൾ 2 പാക്ക് പറഞ്ഞു തന്നു. ഒന്ന് സ്കിൻ ഡ്രൈ ആകുന്നവർക്ക് കടലപ്പൊടിയും നമ്മളുടെ കുറച്ച് മഞ്ഞളും അതുപോലെ തന്നെ നമ്മളുടെ എന്താ പറയുക തൈരും കൂടി ആഡ് ചെയ്തിട്ട് പാക്ക് ഇടാൻ വേണ്ടി പറഞ്ഞു. സെക്കൻഡ് നമ്മളുടെ അലോവേരയും അതുപോലെ തന്നെ നാരങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് നാരങ്ങ ജ്യൂസ് അല്ലെങ്കിൽ ലൈം ജ്യൂസ് കുറച്ച് പിഴിയുക, മിക്സ് ചെയ്തിടുക. അടുത്ത് നമ്മളുടെ സ്കിന്നിൽ കാണുന്ന വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്. എന്താ ഈ ബ്ലാക്ക് ഹെഡ്സ് എന്ന് വെച്ചാൽ നമുക്ക് ചിലവരുടെ നോസിലൊക്കെ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലേ നമ്മളുടെ അതായത് ചിലവർ സോപ്പൊക്കെ യൂസ് ചെയ്ത് ഫേസ് ചെയ്യുക, അല്ലെങ്കിൽ ഫേസ് വാഷൊക്കെ യൂസ് ചെയ്യും, ടോണറൊന്നും യൂസ് ചെയ്യില്ല. അപ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിലെ സെൽസെല്ലാം ഭയങ്കര ഓപ്പണായി കിടക്കും. അപ്പം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു എന്താ പറയുക പൊല്യൂഷനും ഇതൊക്കെ നമ്മളുടെ സ്കിന്നിലേക്ക് പെട്ടെന്ന് തന്നെ വേറെ ഒന്നും ചെയ്യാത്ത ആൾക്കാർക്ക് ഇതുപോലെ പെട്ടെന്ന് തന്നെ അടിഞ്ഞുകൂടും. പിന്നെ ഓയിലി ആയിട്ടുള്ള സ്കിന്നുള്ളവർ, പെട്ടെന്ന് ഓപ്പൺ പോർസ് ഉള്ളവർക്കൊക്കെ പെട്ടെന്ന് നമ്മൾ ഡേർട്ടും എല്ലാം തന്നെ അടിഞ്ഞുകൂടും. അത് ബ്ലാക്ക് ഹെഡ്സ് ആയിട്ടും ഒക്കെ കാണപ്പെടാറുണ്ട്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഏത് രീതിയിൽ മാറ്റം ചെയ്യാന്ന് വെച്ചാൽ പല രീതിയിലും ആൾക്കാർ ചെയ്യാറുണ്ട്. എന്നോട് തന്നെ ചോദിക്കാറുണ്ട്, മാം ഭയങ്കര സ്ക്രബ് കൊടുത്താൽ പോരെ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ശരിയാണ്, നമുക്ക് ഒരു എക്സ്ഫോലിയേഷൻ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അതിന് നമുക്കൊരു സ്റ്റീം കൊടുക്കാം. സ്റ്റീം കൊടുത്തിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ വെച്ചിട്ട് നമുക്ക് റിമൂവ് ചെയ്തൊക്കെ എടുക്കാം. അത് കുഴപ്പമില്ല. നമ്മൾ സാധാരണ നോർമലി പാർലറിലെല്ലാം ചെയ്യുന്ന ഒരു കാര്യം അതൊക്കെ തന്നെയാണ്. നമ്മൾ സ്റ്റീമൊക്കെ കൊടുത്തൊന്ന് സ്ക്രബ് ചെയ്ത് എടുക്കുക എന്നുള്ളത്. അങ്ങനെ ചെയ്യാൻ പറ്റാത്തവർക്ക് ഞാൻ ഇന്ന് പറഞ്ഞുതരാം കേട്ടോ. നല്ലപോലെ എഫക്റ്റീവായിട്ടുള്ളൊരു സംഭവമാണ്. നമ്മൾ മല്ലിയിലയില്ലേ, അത് കൊറിയാണ്ടർ ലീവ്സ്. അപ്പോൾ മല്ലിയിലയും അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞളും കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒന്ന് പാക്കായിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ മാറാൻ നല്ലതുപോലെ
ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അടുത്തത് നമുക്ക് അപ്പോൾ ഇതെല്ലാം പറയുമ്പോൾ ഓയിലി സ്കിന്നുകാർ പറയും മാം ഇതൊക്കെ ഡ്രൈ സ്കിന്നിനും ഇവർക്കൊക്കെ ആണല്ലോ. ഓയിലി സ്കിന്നിന് ആക്ച്വലി എന്താണ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് എന്നോട് എപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിന് നമുക്കൊരു ഓയിലി സ്കിന്നുകാരുടെ ഒത്തിരിയുള്ള ഓയിലും അതൊക്കെ കൺട്രോൾ ചെയ്ത് ഫേസ് ഒന്ന് കറക്റ്റായിട്ട് ഒന്ന് സെറ്റാക്കി നിർത്താനായിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാരങ്ങയും അതുപോലെ തന്നെ തേനും, അതായത് നമ്മുടെ ലൈം ജ്യൂസ് കുറച്ച് ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നിങ്ങൾ പാക്കായിട്ട് ഇട്ട് വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അത്രയും ആ ഓയിൽ നമുക്ക് കറക്റ്റ് ബാലൻസ് ചെയ്ത് നമുക്ക് സ്കിന്നിന് ഒരു നാച്ചുറലായിട്ട് ഉള്ള ഒരു ഗ്ലോയിൽ തന്നെ നിർത്താൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അപ്പോൾ ഇതിനകത്ത് വേറൊന്നുമില്ല, കുറച്ച് ലൈം ജ്യൂസ് അല്ലെങ്കിൽ നാരങ്ങ പിഴിഞ്ഞത് പ്ലസ് നമുക്ക് കുറച്ച് തേൻ ഹണിയും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് പാക്കായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ഓയിലി ഉള്ളവർക്ക് അതൊന്ന് കറക്റ്റായിട്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. അടുത്തതാണ് ഇനി നമ്മളുടെ ഹൈലൈറ്റാണ് നമ്മളുടെ പെട്ടെന്ന് വെളുക്കുക എന്നുള്ളത്. അല്ലേ, എല്ലാവർക്കും ആഗ്രഹമാണ് പെട്ടെന്ന് വെളുക്കണം എന്നുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും തന്നെ ഒരുപാട് കാര്യങ്ങൾ ട്രൈ ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും പറയും വെളുക്കുക എന്തോ ആയിക്കോട്ടെ അതിൻ്റെയൊക്കെ മുമ്പുള്ള ഞാൻ ഇത്രയും പാക്കുകൾ പറഞ്ഞു തന്നിട്ടുണ്ടെങ്കിൽ പോലും ഇതിൻ്റെയൊക്കെ ശരിക്കും മനസ്സിലാക്കേണ്ടത് നമ്മളുടെ സ്കിൻ കെയറോ കാര്യങ്ങളോ പ്രോപ്പറാക്കി ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും പാക്കുകളും കാര്യങ്ങളും ചെയ്തിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. അതിൻ്റെ കൂടെ വേണം നമ്മൾ ഇതെല്ലാം പാക്കുകൾ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ അത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു കാര്യം ഓർത്ത്, നാളെയാണ് നമ്മളുടെ സ്കിൻ കെയറിൻ്റെ ക്ലാസ് വരുന്നത്. കംപ്ലീറ്റ് കാര്യങ്ങളും, അതായത് നമ്മൾ സ്കിൻ എന്താണ്, നമ്മൾ ഏത് രീതിയിലാണ് നമ്മൾ സ്കിൻ കെയർ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, ചെറിയ പ്രായത്തിലുള്ള പിള്ളേർക്ക് നമ്മൾ എങ്ങനെയായിരിക്കണം സ്കിൻ കെയർ, കുറച്ച് വലുതാകുമ്പോൾ എന്തായിരിക്കണം, എങ്ങനെയാണ് നമുക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റുകൾ എന്താണ്, എൻ്റെ സ്കിന്നിന് ഞാൻ എങ്ങനെയാണ് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യേണ്ടത് എന്നുള്ള. കാരണം ഒരുപാട് പ്രൊഡക്റ്റുകൾ നമ്മളെല്ലാവരും മേടിക്കും, പക്ഷേ ആർക്കും തന്നെ അത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാൻ പോലും അറിയില്ല. ഓരോ പ്രൊഡക്റ്റ് മേടിച്ച് വെക്കും, വെറുതെ അവിടെ തന്നെ കിടക്കും, അത് യൂസ് ചെയ്യാൻ അറിയില്ല. പ്ലസ് അതുപോലെ അവരവരുടെ സ്കിൻ ടൈപ്പിനാണോ എന്ന് പോലും അറിയാതെയാണ് ഓരോരുത്തരും ഓരോ പ്രൊഡക്റ്റ് വാങ്ങിക്കുന്നത്. നാളത്തെ ക്ലാസ്സിൽ നമ്മൾ ചെറിയ പിള്ളേർ മുതൽ ഒത്തിരി ഏജ് ആയിട്ടുള്ളവർക്ക് പോലും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവരുടെ ആവശ്യം എന്താണ്, അവരുടെ സ്കിൻ എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റുകളായിരിക്കും നമ്മൾ പറഞ്ഞുതരാൻ പോകുന്നത്. മാത്രമല്ല എല്ലാ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റും പറഞ്ഞുതരും, എങ്ങനെ യൂസ് ചെയ്യണം, എന്താണ് സ്കിൻ കെയർ എന്നുള്ളതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ടായിരിക്കും. ഓൺലൈനിലാണ് ക്ലാസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഓൺലൈനിൽ അറ്റ് എ ടൈം അറ്റൻഡ് ചെയ്യാൻ പറ്റാത്തവർക്ക് റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ടാവും, പ്ലസ് നോട്ട്സും എല്ലാം തന്നെ നമ്മൾ തരുന്നുണ്ട്. അപ്പോൾ മറക്കണ്ട, അതും ചെറിയൊരു ഫീസിലാണ്. നിങ്ങളൊരു പ്രൊഡക്റ്റ് മേടിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര പൈസ നമ്മൾ ആവശ്യമില്ലാതെ കളയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നോളേജ് പഠിക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഭയങ്കര അഫോർഡബിൾ ഇതിലാണ് നമ്മൾ കൊടുക്കുന്നത്. 399 ഉള്ളൂ. സോ തീർച്ചയായിട്ടും ഈ ക്ലാസ് നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയുക ഹെൽപ്ഫുള്ളായിരിക്കും നിങ്ങളുടെ സ്കിൻ കെയറിലും. ഇനി അങ്ങോട്ട് നിങ്ങളെടുക്കുന്ന ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എന്തായാലും ക്ലാസ് അറ്റൻഡ് ചെയ്തോളൂ. ഇനി വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. അടുത്തത് നമുക്ക് നോക്കാം. അപ്പോൾ കൺഫേം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ നമ്മളുടെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുമാത്രമല്ല ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും, അതുപോലെ തന്നെ നമ്മളുടെ കമൻറ്റ് ബോക്സിലും ഉണ്ട്. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് വെളുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെളുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭയങ്കര കേൾക്കുമ്പോൾ തന്നെ സന്തോഷമാണ്. എല്ലാവരുടെയും ആഗ്രഹമാണ് പെട്ടെന്ന് ഭയങ്കരമായിട്ട് സ്കിൻ ബ്രൈറ്റ് ആവണം അല്ലെങ്കിൽ വെളുക്കണം എന്നൊക്കെ എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതിനായിട്ട് നമുക്കിവിടെ വേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പാലെടുക്കുക, മനസ്സിലായോ, മിൽക്ക്. then അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുക, പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുക, കുറച്ച് കുങ്കുമപ്പൂ ആഡ് ചെയ്യാം. ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് ഫേസ് നന്നായിട്ട് വൃത്തിയാക്കിയിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഓയിലി സ്കിന്നുകാരാണെങ്കിൽ മിൽക്ക് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിമ്പിൾസ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ മിൽക്ക്, പഞ്ചസാര, വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ, കുങ്കുമപ്പൂ ഇത് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇതൊരാഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. സോ നല്ല ഒരു ഡിഫറൻസ് നമ്മളുടെ സ്കിന്നിന് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കുറേ പാക്കുകൾ പറഞ്ഞു. ഒന്ന് ഡ്രൈ സ്കിൻ മാറാനുള്ളതും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ മാറാൻ ഈസി ആയിട്ട് അലോവേരയും ലൈമും കൂടി നമുക്ക് ചെയ്യാവുന്നതാണ്. അടുത്തത് നമുക്ക് എന്താ പറയുക, കുറച്ച് മഞ്ഞൾപ്പൊടിയും മല്ലിയിലയും കൂടി അരച്ചിട്ട് പേസ്റ്റാക്കി നമുക്ക് കൊടുക്കുകയാണെങ്കിൽ നമ്മളുടെ ബ്ലാക്ക് ഹെഡ്സ് ആൻഡ് വൈറ്റ് ഹെഡ്സ് ഒക്കെ കുറയാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നാരങ്ങ നീരും അതുപോലെ കുറച്ച് തേനും കൂടി മിക്സ് ചെയ്ത് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓയിലി സ്കിന്നിന് ബെറ്റർ ആയിരിക്കും.
അപ്പോൾ പെട്ടെന്ന് വെളുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കുള്ള അടിപൊളി പാക്കാണ്. മിൽക്ക്, ഷുഗർ, കോക്കനട്ട് ഓയിൽ ആൻഡ് കുങ്കുമപ്പൂ, മനസ്സിലായി, സാഫ്രോൺ. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പാക്കായിട്ട് ഇടാം. സൂപ്പറായിട്ടുള്ള റിസൾട്ട് ആയിരിക്കും. ഓയിലി സ്കിന്നുകാർ ഇതൊന്നും ശ്രദ്ധിക്കണം കേട്ടോ. ഈ മിൽക്ക് യൂസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ പിമ്പിൾസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്ലാസ് നാളെയാണ്, മറക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ വാട്സപ്പ് നമ്പറിൽ വിളിക്കല്ല, വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്തേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഉപകാരപ്രദമാവട്ടെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം തന്നെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അപ്പോൾ ഓക്കെ, താങ്ക് യു, ബൈ.